ഫ്രൈഡ് റൈസ് എങ്ങനെ കുക്ക് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് 2 മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അതിനൊരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് വെച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. വല്ലാതെ ചെറിയ ചെറിയ പീസുകളാവരുത്, കുറച്ച് വലിയ പീസുകളായി തന്നെ ഇടുന്നോട്ടെ. അപ്പോൾ ഇതേപോലെ സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ഇട്ട് നല്ലപോലെ വാട്ടി കൊടുക്കുക. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ അതിനുശേഷം സവാളയും പച്ചമുളകും കൂടെ ഇട്ട് നല്ലോണം വാട്ടിയെടുക്കുക. ഇപ്പോഴും ഫ്ലെയിം ഹൈ ആയി തന്നെ ഇരിക്കണം. പിന്നെ ക്യാരറ്റ്, ചെറുതായി അരിഞ്ഞ ക്യാബേജ്, ഇവ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. ഈ വാട്ടിയെടുത്തതിലേക്ക് നമുക്ക് ബസ്മതി റൈസ് വേവിച്ച് വെച്ചിരുന്നതാണ്, അത് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ബസ്മതി റൈസ് തലേദിവസം വേവിച്ച് വെക്കാൻ പറ്റുക നല്ലത്. പിന്നെ അതിലേക്ക് നമുക്ക് 2 സ്പൂൺ സോയാ സോസും 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചേക്കണ എഗ്ഗ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ റൈസ് പൊട്ടിപ്പോവാതിരിക്കാനും കുഴയാതിരിക്കാനും വേണ്ടി നമ്മൾ തലേദിവസം കുക്ക് ചെയ്ത് വെക്കണം. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് എടുത്താൽ നമ്മൾ നല്ല ഫ്രൈഡ് റൈസ് റെഡി.